ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോ നമ്മൾ ഇന്നൊരു ഓലയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഓല എനിക്ക് 2 ദിവസം മുന്നേ ഒരു പണി തന്നു. എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഓല അപ്ഡേഷൻ ആയതാണ്, എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ചാർജ് കുത്തി വെച്ചിരിക്കുകയായിരുന്നു. ചാർജ് ഒന്ന് ഊരി നോക്കുമ്പോൾ വണ്ടിയിൽ അപ്ഡേഷൻ ഇൻസ്റ്റാളിംഗ് മാത്രമേ കാണിക്കുന്നത്, വേറെ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ആകെ ബ്ലിങ്കായി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും, ഏത് വണ്ടി കൊണ്ടുപോയി? എനിക്ക് കാലത്ത് നേരത്തെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളതാണ്. എന്തുകൊണ്ട് പോകുന്ന ആലോചിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് വേറെ വണ്ടികളുകൊണ്ട് നമ്മൾ അപ്പത്തെ കാര്യമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോ ഇൻസ്റ്റാളിംഗ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ഒന്നും കാണിക്കുന്നില്ല. ചാർജ് ചെയ്യുന്ന ഒരു സ്ലോട്ട് കുത്തിയാൽ ചാർജിങ് സ്ലോട്ട് കുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫുൾ ചാർജ് ആയിരുന്നോ, എത്ര ചാർജ് ഉണ്ടെന്നോ ഒന്നുമേ ഇല്ല. ഏത് സ്വിച്ചും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ആകെ വണ്ടടിച്ചു പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് പിടുത്തൂല. അതേ പോയി ഇന്നലെ അപ്പൊ വണ്ടിയൊക്കെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കി ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. കണ്ടില്ലേ, വണ്ടി ഏകദേശമൊക്കെ ഏകദേശം അല്ല, ഫുള്ളായിട്ട് കഴുകിയതായിരുന്നു. പക്ഷെ ഇന്നലത്തെ മഴയത്തും ഇന്നും മഴയുണ്ടായിരുന്നു. അതിൽ ഓടിച്ചപ്പോഴാണ് വണ്ടി കുറച്ചൊന്ന് എന്താ പറയുക, ചെളി. ഈ വണ്ടിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചളി അടിച്ചു കയറും. ഈ ഭാഗങ്ങളിലൊക്കെ ചളി നന്നായിട്ടുണ്ടാവും. പിന്നെ ചെയിൻ നോയ്സും ആവും ഈ ചളി ആയി കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ എപ്പോഴും വണ്ടി കഴുകിയൊന്ന് യൂസ് ചെയ്യട്ടോ. പിന്നെ നമ്മളിപ്പോ ഈ വീഡിയോയിൽ രണ്ട് കാര്യം പറയട്ടോ. അതായത് നമുക്ക് ഇത്ര കാലം യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾക്ക് പറയാനുള്ളത് അതും പറയാം. പിന്നെ അതിന് പുറമെ വണ്ടി അപ്ഡേഷൻ ആയതിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്ഡേഷൻ ആയി, അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമോ നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ 3 മോഡാണ് ഉള്ളത്. S1X-ല് 3 മോഡാണ് നമുക്ക് കമ്പനി പറയുന്നത്. അതായത് നോർമൽ മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ്. എക്കോ, നോർമൽ, സ്പോർട്ട് അങ്ങനെ വരിക. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ നോർമൽ മോഡാണ് ഉണ്ടാവുക. ഇപ്പോ ആ നോർമൽ മോഡ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്കോ ഇല്ല, സ്പോർട്ട് ഇല്ല, റിവേഴ്സ് ഇല്ല, ക്രൂയിസ് കൺട്രോൾ ഇല്ല, റീജൻ ഇല്ല, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓൺലി നോർമൽ മോഡ് മാത്രം. അപ്പോ അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ തുടർന്നും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മൊത്തമായിട്ട് അറിയത്തുള്ളൂ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ ആലത്തൂർ ഭാഗത്ത്, അതായത് പാലക്കാട് ആലത്തൂർ ഭാഗത്ത്, ആലത്തൂർ ഷോറൂമിൽ തന്നെ ഒരു 10 കേസോളം വന്നിട്ടുണ്ട് ഇതുപോലത്തെ എന്നാണ് അവർ ഇന്നലെ പറഞ്ഞത്. ഇനി എത്ര വണ്ടികൾക്ക് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. പുതിയതായിട്ട് എടുത്ത വണ്ടികൾ കാണുമെന്നും അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് എടുത്ത വണ്ടികൾ കാണുമെന്ന് തോന്നുന്നു. നേരത്തെ വണ്ടികൾക്ക് ആയിരിക്കില്ല. അതായത് ചെയിൻ ആയിട്ട് വന്ന പുതിയകൾക്ക് വണ്ടി, പുതിയ ചെയിൻ ഇതായിട്ടുള്ള, അതായത് ബെൽറ്റ് മോട്ടർ അല്ലാതെ ചെയിൻ മോട്ടർ ആയിട്ട് വന്ന പുതിയ വണ്ടികൾ കാണുന്നുള്ളൂ ഇങ്ങോട്ട് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഏതാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്, നിങ്ങൾ ഏതൊക്കെ വണ്ടികൾക്ക് വന്നിട്ടുണ്ട് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നോർമൽ മോഡ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ റിവേഴ്സും ക്രൂയിസ് കൺട്രോളും റീജൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഇതാക്കും. അപ്പൊ റിവേഴ്സ് എങ്ങനെയാണ് ഇടേണ്ടത്, ക്രൂയിസ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, അതേപോലെ റീജൻ എങ്ങനെ വർക്ക് ആവുന്നത്, പിന്നെ ഈ സ്പോർട്ട് മോഡ്, എക്കോ മോഡ്, നോർമൽ മോഡിലേക്ക് എങ്ങനെയാണ് വണ്ടി ചേഞ്ച് ആക്കേണ്ടത്, ഇതെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമോ. ഓക്കെ, അപ്പൊ ഞാൻ ആ മീറ്ററിലേക്ക് പോവാം. മീറ്റർ കാണിച്ചിട്ട് നമുക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് വണ്ടിയിൽ ഇപ്പൊ എന്ത് സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക് ലൈറ്റ് തുടങ്ങാം. ഓക്കെ, ഇതാണ് S1X. ഓക്കെ, ഇതിന്റെ ചാർജിങ് സ്ലോട്ട് വരുന്നത് ഇവിടെയാണ് കേട്ടോ. നമുക്ക് ഇതിന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇങ്ങനെ മേലേക്ക് പൊന്തി വരും. ഓക്കെ, ഇതിൽ ഞാൻ ഈ കാണുന്നത് ഞാൻ OLX അല്ല, ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അതാണ് ചാർജിങ് സ്ലോട്ട്. ഇതിലാണ് നമ്മൾ ചാർജ് കുത്തുന്നത്. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മീറ്ററിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് മീറ്റർ ഉള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ മീറ്റർ വണ്ടി നമ്മൾക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വണ്ടി ഓഫ് ആണല്ലോ. നമ്മൾ ഡിം ബ്രൈറ്റ് ഓഫ് ആക്കി വണ്ടി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, മുകളിൽ കാണുന്നത് ടൈമാണ്, താഴത്ത് ഈ പറഞ്ഞ പോലെ 3671 കിലോമീറ്റർ ഓടിയുണ്ട്. അതിന്റെ താഴത്ത് കാണുന്ന ട്രിപ്പ് എന്നുള്ളൊരു മോഡാണ് കേട്ടോ. ട്രിപ്പ് അതായത് നമ്മൾ വണ്ടി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഓഫ് ആക്കുന്ന വരെയുള്ള ആ ട്രിപ്പിന്റെ കാര്യം. അതായത് നമ്മൾ വണ്ടി നിർത്തി ഓഫാക്കി വീണ്ടും ഓൺ ആക്കി കഴിഞ്ഞാൽ, അതായത് കീ ഓഫ് ആക്കി ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ട്രിപ്പ് വീണ്ടും 0ലേക്ക് മാറും. അപ്പൊ നമുക്ക് ട്രിപ്പായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓൺ ദ വേ എത്ര പോകുന്നുണ്ടോ, ഒറ്റ ഇതിൽ വണ്ടി കീ ഓഫ് ആക്കാതെ എത്ര ദൂരം പോകുന്നുണ്ടോ അതായിരിക്കും അത് കാണിക്കുക. ഇപ്പുറത്ത് ബാറ്ററി പെർസെന്റേജ് കാണിക്കുന്നുണ്ട് 93%. ഇപ്പുറത്ത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 120 കിലോമീറ്ററോളം പോകണം. അതായത് നോർമൽ മോഡിലാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാൻഡ് തട്ടിയ ഒരു സിമ്പിളാണ് പോയത്. നമ്മളിപ്പോ ഇങ്ങനെ നോർമൽ മോഡാ കാണിക്കുക. നോർമൽ മോഡിലാണ് 120 കിലോമീറ്റർ കാണിക്കുന്നത്. അതേപോലെ നമ്മൾ ഇപ്പുറത്ത് മോഡ് M എന്നുള്ളൊരു സ്വിച്ച് കാണും. അതിന്റെ താഴത്തുള്ളതാണ് ഈ സ്റ്റാർട്ടിംഗ് ബട്ടൺ. അതിന്റെ മുകളിൽ കാണുന്ന ഒന്ന് റിവേഴ്സ് ബട്ടൺ, പിന്നെ ഒന്ന് ക്രൂയിസ് കൺട്രോൾ ബട്ടൺ. അത് കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റ് ആണല്ലേ, നേരത്തെ ഡിമ്മിലേക്ക് കിടക്കുക, ബ്രൈറ്റ് കത്തിയില്ലേ. ഓക്കെ, ഡിം ആൻഡ് ബ്രൈറ്റ് ബട്ടൺ. അത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ടാക്കിയാൽ
അങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ, ഇങ്ങോട്ടാക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആക്കാനുള്ള ബട്ടൺ സെൻട്രൽ. ഇത് ഹോൺ. ഓക്കെ, അപ്പോ ഇത്രയും ബട്ടൺ ആണ്. ഇത്രയേ ഉള്ളൂ. ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ലേഡീസ് യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വണ്ടി എടുത്തിട്ട് പോകാനല്ലോ ബാക്കി ഒരു പ്രശ്നം കാണുന്നില്ല. ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്, അപ്പൊ ലേഡീസ് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത് പെട്ടെന്നൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് കാല് വന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഹൈറ്റ് കമ്മിയുള്ളവർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞു കേട്ടോ. വണ്ടി അത്യാവശ്യം എനിക്ക് 3671 കിലോമീറ്റർ ഓടിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ വരുന്നത് ചെയിൻ നോയ്സ് ആയിരുന്നു. പിന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് വരുന്നൊരു നോയ്സ് ഉണ്ട്, കണ്ടില്ലേ? ആ ഒരു സൗണ്ട്, ഒരു നോയ്സ്. ആ നോയ്സ് ഞാൻ കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല. കമ്പനിക്കാരില് പറഞ്ഞിട്ടില്ല. ഇന്നലെ പോയപ്പോൾ ബ്രേക്ക് ഷൂ ഇത്തിരി കുറവായിരുന്നു. ബ്രേക്ക് ഷൂ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത് എനിക്ക് അറിയില്ല. ഏകദേശം എനിക്ക് തോന്നുന്നത് സ്റ്റെമ്മിന്നാണ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കണം. അപ്പൊ ഒരു 5000 കിലോമീറ്ററിലാണ് അവര് അതായത് നമ്മുടെ ചെയിൻ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ പോകുമ്പോൾ ഇതും കൂടി കാണിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പാലക്കാട് തന്നെ പോകണം. നമ്മുടെ അടുത്ത ഷോറൂം ഒന്നും ഇല്ല. പാലക്കാട് അടുത്ത് തന്നെയാണ്, 10 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പൊ കാണിക്കുന്നത് ഈ നോർമൽ മോഡ് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഈ മോഡ് എന്നുള്ള ബട്ടണിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ എക്കോ മോഡിലേക്ക് പോകും. പക്ഷെ ഇപ്പോ എക്കോ മോഡ് കാണിക്കുന്നത് ക്യാഷ് കൊടുത്ത് വാങ്ങണം. അതായത് മൂവ് വോയിസ് പ്ലസ് ഫോർ എക്കോ, അതായത് മൂവ് വോയിസ് കൊടുത്ത്, അതായത് ക്യാഷ് കൊടുത്തിട്ട് അത് പർച്ചേസ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. വീണ്ടും നോർമൽ മോഡിലേക്ക് തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ബട്ടൺ റൈറ്റ് സൈഡിലേക്ക്, അതായത് ഈ ബട്ടൺ മോഡ് എന്നുള്ള ബട്ടൺ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ നമുക്ക് കാണുന്നത് കണ്ടില്ലേ, ഇങ്ങനെ സ്പോർട്ട് മോഡിലേക്ക് ആക്കാം. ഈ സ്പോർട്ട് മോഡും ഇതേ അവസ്ഥ തന്നെയാണ്. അതും ക്യാഷ് കൊടുത്ത് വാങ്ങണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, അതിന്ന് നമ്മൾക്ക് ഇനിയിപ്പോ നേരെ റിവേഴ്സ്, ഈ ബട്ടണാണ് റിവേഴ്സിന്റെ ബട്ടൺ. 1 ടച്ചിൽ തന്നെ റിവേഴ്സ് പോകും. പക്ഷെ റിവേഴ്സ് അമർത്തുമ്പോഴും കാണിക്കുന്നത് ക്യാഷ് കൊടുക്കണം എന്ന് തന്നെയാണ്. അതായത് നോർമൽ സ്കൂട്ടി ലെവൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ മോഡിൽ മാത്രമേ പോകത്തുള്ളൂ. നോർമൽ മോഡിൽ നമുക്ക് ഒരു 82 കിലോമീറ്റർ 80 കിലോമീറ്റർ വരെ നമുക്ക് ഓടിച്ചു പോവാം. അത് മാത്രമേ ഇപ്പൊ കഴിയുള്ളൂ. റിവേഴ്സ് മോഡ് ഇല്ല, ക്രൂസ് കൺട്രോൾ ഇല്ല. ഇതാണ് ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ. അത് ക്രൂസ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു NH-ലൂടെയൊക്കെ പോകുന്ന ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ 50 കിലോ സ്പീഡിൽ പോവുകയാണ്, ലെഫ്റ്റ് സൈഡിലൂടെ ചേർന്ന് പോവുകയാണ്, ഫ്രണ്ടിലെ ബാക്കിലും വണ്ടിയിൽ വേറെ ഏതും ഇല്ല, നമ്മൾക്ക് കുറച്ച് ദൂരം ഇതേ ലെവലിൽ തന്നെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വണ്ടിയിൽ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമേ വരുന്നില്ല. അതായത് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ഒരു 50 കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്തിട്ട് നേരെ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല, വണ്ടി തനിച്ച് പൊക്കോളും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഈ ആക്സിലേറ്റർ നമ്മളിങ്ങനെ റിട്ടേൺ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കാൻ കഴിയും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. റിവേഴ്സ് ബട്ടൺ അമർത്തിയാൽ റിവേഴ്സ് പോകാനായിട്ടും പിന്നെ നമ്മള് റീജൻ കിട്ടാനായിട്ടും. അതായത് റീജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു സ്പീഡ് കൺട്രോൾ വരുന്നു, കുറച്ച് ദൂരത്ത് നിന്ന് കാണുകയാണ്, നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്സിലേറ്റർ റിട്ടേൺ ഇങ്ങോട്ട് കൊടുത്താൽ വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ആവും. ഓക്കെ, റിട്ടേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി എഞ്ചിന്റെ തന്നെ ഒരു പിടുത്തം വന്നിട്ട്, എഞ്ചിന്റെ ഭാഗത്ത് നമുക്ക് അറിയാം, എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിടുത്തം വന്നുകൊണ്ട് വണ്ടി ശരിക്കും നന്നായിട്ട് സ്ലോ ആവുന്നതായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് 2 ഗുണമുള്ളത്. നമുക്ക് ബ്രേക്ക് ലീവർ യൂസ് ചെയ്യാതെയും ബ്രേക്ക് ഷൂ അധികം യൂസ് ചെയ്യാതെ, അതായത് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാതെയും തന്നെ നമുക്ക് വണ്ടി സ്ലോ ആക്കാൻ കഴിയുന്നതാണ്. പക്ഷെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ദൂരത്ത് ഒരു സ്പീഡ് ബ്രേക്ക് കാണുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരത്ത് തന്നെ ലക്ഷ്യത്തിൽ എത്താനായി നിർത്തണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്ത് വണ്ടി നിർത്താൻ കഴിയത്തുള്ളൂ. അത് മാത്രം യൂസ് ചെയ്ത് ഒരിക്കലും വണ്ടി നിർത്താൻ കഴിയത്തില്ല. അപ്പൊ ക്രൂസ് കൺട്രോൾ റീജനും പിടിച്ച് അതിന് പുറമെ ബ്രേക്കും കൂടി പിടിച്ചാൽ മാത്രമേ വണ്ടി സ്ലോ ആയി നിൽക്കുന്നുള്ളൂ. ഞാനൊക്കെ സഡനായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മറ്റേ റീജനും കൊടുക്കും, അതായത് ആക്സിലേറ്റർ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കും, അപ്പൊ തന്നെ എഞ്ചിൻ ഓഫ് ആവും. അതിനുശേഷം ബ്രേക്കും പിടിക്കും, 2 ബ്രേക്കും പിടിക്കും. അപ്പോഴാണ് വണ്ടി ശരിക്കും നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ആവത്തുള്ളൂ. മറ്റുള്ള വണ്ടികളെ പോലെ അല്ല, അതായത് ഡിസ്ക് ബ്രേക്ക് അല്ലാത്തതുകൊണ്ട് നോർമൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഡ്രം ബ്രേക്ക് ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഒരുപാട് സ്പീഡിൽ ഈ വണ്ടിയിൽ പോകരുത്. വണ്ടി സ്പീഡിൽ പോയെങ്കിലും നമ്മൾ ഒരുപാട് സ്പീഡ് എടുക്കാതെ നോക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വണ്ടിയിൽ ഇങ്ങനെ കാണിക്കുകയാണ്, അതായത് നോർമൽ മോഡ് മാത്രമേ വർക്ക് ചെയ്യുന്നത്. എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നോർമൽ മോഡ് മാത്രം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. S1X പുതിയ വണ്ടിയാണ്, ഓലയുടെ S1Xല് നോർമൽ മോഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, വേറൊരു മോഡും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഷോറൂമിലേക്ക് പോവുക. ഞങ്ങൾക്ക് ഇതിനൊരു കംപ്ലൈന്റ് ഉണ്ട്, അതായത് നോർമൽ മോഡ് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ, ബാക്കിയുള്ള നമ്മുടെ 2 മോഡ് വർക്ക് ആവുന്നില്ല, റിവേഴ്സ് കൺട്രോൾ വർക്ക് ആവുന്നില്ല, ക്രൂയിസ് കൺട്രോൾ വർക്ക് ആവുന്നില്ല,
റീജന്റ് വർക്ക് ആവുന്നില്ല. ഞങ്ങൾക്ക് ഇൻസ്റ്റാളിന് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഇൻസ്റ്റാളിങ് ശ്രദ്ധിക്കാതെ എന്തായാലും വിടില്ല, എന്തായാലും ഇൻസ്റ്റാളിന് കാണിക്കും. എനിക്ക് ഇതുവരെ ഇൻസ്റ്റാൾ ആയിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്ന്. നമ്മുടെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് ഒരുപാട് നോയ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ അങ്ങനെ ഇൻസ്റ്റാളിങ് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാളിങ് കാണിച്ചായിരുന്നു, പിന്നെ വണ്ടി ഇപ്പൊ വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്പനിയോട് അറിയിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ നേരെ ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരെ കമ്പനിയിലേക്ക് മെയിൽ അയക്കുന്നതായിരിക്കും, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോ അവർ മെയിൽ അയക്കുന്നത് മുഖേന നിങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് ശരിയാക്കി, അതായത് പഴയ ലെവലിൽ കൈ കിട്ടും എന്നാണ് ഓലയിൽ നിന്നും എനിക്ക് അപ്ഡേഷൻ കിട്ടിയത്. അപ്പൊ അവരുടെ അടുത്ത് ഇന്നലെ പോയപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തു വേണമെങ്കിൽ ഇട്ടോളൂ ആൾക്കാർക്കൊന്നും അറിയാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. ഞങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾ എല്ലാവരും നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ലൈക്കും ഷെയറും കമന്റും തരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. അളഞ്ഞ നില അറിയുന്നുണ്ട്, വളരെ സന്തോഷം. തീർച്ചയായും ഞങ്ങൾ അതിനോട് നിങ്ങളെ നന്ദി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബവും ഞാനും എന്റെ കുടുംബവും നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓലയുടെ X1X ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. X1X കേട്ടോ, S1X എന്നുള്ള മോഡലിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയുന്ന ഡൗട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് വഴി അറിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.